വീട്ടിൽ ചക്കയുള്ള സമയത്ത് മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് ചക്ക അട. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാണ്. ഇപ്പോൾ ചക്കതായി ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ചെറിയ ജാറിലിട്ടിട്ട് ഇങ്ങനെ നരച്ചെടുത്തിട്ടുണ്ട്. 2 തവണയായിട്ട് ഞാൻ അരച്ചെടുക്കുകയാണ് കേട്ടോ. ഇത് കാരണം ഏകദേശം ഒരു 10 തൊട്ട് 15 ചോളകളും ഉണ്ടായിരുന്നു. അപ്പോൾ അത് 2ആയിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇത് ഓപ്ഷനിലാണ്, കംപ്ലീറ്റ്ലി ഓപ്ഷനിലാണ്, ഞാൻ ചേർക്കാറുണ്ട്, അത്രയേ ഉള്ളൂ. ചെറുതായിട്ട് ക്യൂബ്സ് ആയിട്ട് വളരെ പൊടിപ്പൊടിയായിട്ട് കട്ട് ചെയ്തേക്കുന്ന ചക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം അരിപ്പൊടി കാണും. അതേപോലെ അതേ അളവിൽ ഞാൻ ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ശർക്കരയ്ക്ക് കൃത്യ അളവൊന്നുമില്ല, നോക്കിയിട്ട് മധുരം വേണമെന്നുണ്ടെങ്കിൽ ഇനിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം തേങ്ങ ചേർത്തു. തേങ്ങ ഞാൻ കുറച്ച് അധികം ചേർത്തിട്ടുണ്ട്, ഇത്രയും വേണമെന്നില്ല. ഞാനിവിടെ ഒരു 4-5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ നെയ്യ്, കുറച്ച് ഉപ്പ് വളരെ കുറച്ച് മതി, ഒരു പിഞ്ച് ഓഫ് ഉപ്പ് മതിയാവും. അത്രയും കൂടി ചേർത്തതിന് ശേഷം ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. കുറച്ച് ലൂസായിട്ടായിരിക്കും ഉണ്ടാവുക, കുഴപ്പമില്ല, അങ്ങനെ തന്നെയാണ് വേണ്ടത്. പിന്നെ നമ്മൾ ഇലയൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇല വാട്ടിയാലാണ് ഇതൊന്ന് നമ്മൾ ഇലയിലിട്ടിട്ട് അടച്ചു വെക്കുമ്പം, അതായത് നമ്മൾ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഈസി ആയിട്ട് ഫോൾഡായി കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ കട്ടായി പോകുന്നുണ്ടാവും. സോ അതുകൊണ്ട് ഇലയൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു തവി അല്ലെങ്കിൽ ഒരു 1/2 തവി മാവ് ഇങ്ങനെ വെച്ച് കൊടുത്തു. എന്നിട്ട് ഫോൾഡ് ചെയ്തെടുത്തു. 4 സൈഡിൽ നിന്ന് ഫോൾഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അട റെഡിയാണ്. ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം, അത്രയേ ഉള്ളൂ. ഇതുപോലെ വേണമെങ്കിൽ നീളത്തിലും ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ തന്നെ ആക്കാം. ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ ഷേപ്പൊന്നുമില്ല, എന്നാലും നമുക്ക് ഇങ്ങനെ ആക്കിയെടുക്കാം കേട്ടോ. ഇത് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ സ്റ്റീമർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലത്തെ ഹോൾസ് ഉള്ള ഒരു പാത്രം വെക്കുക. അത് കഴിഞ്ഞ് സ്റ്റീം ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 15-20 മിനിറ്റ്സ് ആവുമായിരിക്കും, അല്ലെങ്കിൽ ഒരു മിനിമം 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സ്റ്റീം ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചക്ക അട റെഡിയാണ്. എനിക്കിത് ഒട്ടും ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ ചൂടോടെ തന്നെ ഒന്ന് എടുത്ത് വെച്ച് നോക്കി. ശരിക്കും തണുത്ത് കഴിഞ്ഞിട്ട് ഇത് എടുത്താൽ മതി, പക്ഷേ എനിക്ക് ഒട്ടും ക്ഷമയുണ്ടായിരുന്നില്ല. എനിക്ക് ടേസ്റ്റ് ചെയ്തേ പറ്റുമെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ചൂടോടെ തന്നെ എടുത്ത്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പാകത്തിന് മധുരമൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നേ. ഇനി ചക്കയ്ക്ക് പകരം മാങ്ങ ഉണ്ടെങ്കിൽ അതും വെച്ചും ട്രൈ ചെയ്ത് നോക്കാം. ചക്ക തന്നെ വേണമെന്നില്ല, ഇത് സീസണലായിട്ട് നമുക്ക് ട്രൈ ചെയ്തെടുക്കാൻ പറ്റുന്ന ഓരോ റെസിപ്പീസാണ്. സോ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് നാട്ടിലാകുമ്പോൾ ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല, എല്ലാവരുടെ വീട്ടിലും ചക്കയൊക്കെ ഉണ്ടാവുമല്ലോ. ഇവിടെ ആകുമ്പോൾ ഇങ്ങനെ പൈസ കൊടുത്ത് വാങ്ങിക്കണം, ഇല വരെ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.